വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം. ഉടനെ അവൻ അവരോട് സംസാരിച്ചു, ധൈര്യമായിരിക്കുവിൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പത്രോസ് അവനോട് പറഞ്ഞു, കർത്താവേ, അങ്ങാണെങ്കിൽ ഞാൻ ജലത്തിനു മീതെ കൂടി അങ്ങയുടെ അടുത്തേക്ക് വരുവാൻ കൽപ്പിക്കുക. വരൂ, അവൻ പറഞ്ഞു. പ്രകൃതിയെ നിയന്ത്രിക്കുന്ന പ്രപഞ്ച സൃഷ്ടാവായ ദൈവം ജലത്തിന് മുകളിലൂടെ നടക്കുന്നു. വെള്ളത്തിന് മുകളിലൂടെ നടക്കുന്ന യേശു പ്രപഞ്ച സൃഷ്ടികളുടെ മേൽ തനിക്കുള്ള ആധികാരികതയെ വെളിപ്പെടുത്തുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവശക്തിയെ ആരാധനയോടെ പ്രണമിക്കാം. കർത്താവേ, അങ്ങാണെങ്കിൽ വെള്ളത്തിന് മുകളിലൂടെ അങ്ങയുടെ അടുത്തേക്ക് വരാൻ കൽപ്പിക്കണമേ എന്ന് പറഞ്ഞ ശിഷ്യപ്രമുഖനായ പത്രോസിൻ്റെ ജീവിത സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഉണ്ടാകാറുണ്ട്. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും ദൈവകൃപയിലാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഉറ്റുനോക്കി നടക്കുമ്പോഴാണ് സാധ്യമായിത്തീരുന്നത്. വെള്ളത്തിലൂടെ നടക്കുന്ന പത്രോസിന് എവിടെയോ മനസ്സു പതറി. ഫോക്കസ് കർത്താവിൽ നിന്ന് മാറിപ്പോയി. അപ്പോഴാണ് അയാൾ ഭയപ്പെട്ടത്. എപ്പോഴൊക്കെ കർത്താവിൽ നിന്ന് ദൃഷ്ടി മാറിപ്പോകുന്നുണ്ടോ, അപ്പോൾ ഭയം ജീവിതത്തിലേക്ക് വരും, മനസ്സു പതറും. അസാധ്യമെന്ന് തോന്നുന്ന ഏത് കാര്യങ്ങളായാലും യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ച് ചെയ്യാനായി പ്രാർത്ഥിക്കാം. എത്ര ഭയപ്പെട്ടാലും ഏതു പ്രതിസന്ധിയിലായാലും കർത്താവെ രക്ഷിക്കണമേ എന്ന ഒറ്റ പ്രാർത്ഥന മതി. അവിടുന്ന് വരും, കൈ തരും, രക്ഷപ്പെടുത്തും. ജീവിതത്തിലെ ഓരോ പ്രതിസന്ധിയിലും യേശു ഹൃദയത്തിൽ മന്ത്രിക്കുന്നു, ഭയപ്പെടേണ്ട, ഞാനാണ്, ധൈര്യമായിരിക്കുക.